നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 22-ാം തീയതി, അതായത് ഈ മാസം 22-ാം തീയതി സംസ്ഥാനത്ത് തിരുവനന്തപുരം ജില്ലയിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രാദേശികമായ അവധി പ്രഖ്യാപിക്കാനുള്ള പ്രധാന കാരണം ഭീമാപള്ളി ഉറൂസിനോടനുബന്ധിച്ചാണ് തിരുവനന്തപുരത്ത് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചത്. നവംബർ 22-നാണ് ജില്ലാ കളക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നഗരസഭാ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധി ബാധകമായിരിക്കും. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കൂടാതെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും അവധി ബാധ്യമല്ല. നവംബർ 22 മുതൽ ഡിസംബർ 2 വരെയാണ് ഭീമാപള്ളി ഉറൂസ് നടക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലും ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധിയായിരുന്നു. പ്രത്യേകിച്ചും വെട്ടുകാട് തിരുനാളുമായി ബന്ധപ്പെട്ടാണ് തിരുവനന്തപുരത്ത് അവധി പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോഴിതാ ഭീമാപള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് ഒരു ദിവസത്തെ പ്രാദേശിക അവധിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള പലയിടങ്ങളിലും നമുക്കറിയാം എല്ലാ വർഷവും ഉള്ള അവധി തന്നെയാണ്. ഇത്തരത്തിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പ്രാദേശിക അവധി നൽകുന്നു. ഒപ്പം അതുപോലെ തന്നെ ഭീമാപള്ളി ഉറൂസിന്, ഒപ്പം അതുപോലെ തന്നെ വെട്ടുകാട് പള്ളിയുടെ ആഘോഷത്തിന് ഒക്കെ തന്നെ ഇത്തരത്തിൽ കൊടുക്കാറുണ്ട്. ഒപ്പം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടിന് പ്രാദേശിക അവധി, അങ്ങനെ നിരവധി അനവധി കാര്യങ്ങൾക്ക് പ്രാദേശിക അവധികൾ ലഭിക്കാറുണ്ട്. അതിനുമായി ബന്ധപ്പെട്ട് കൃത്യമായ അപ്ഡേഷനുകളും വരാറുണ്ട്. എന്തായാലും 22-ാം തീയതി ഏതെങ്കിലും തരത്തിലുള്ള സർക്കാർ ഓഫീസിൽ പോയി ചെയ്തു തീർക്കാൻ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കേണ്ടതാണ്. കാരണം 22-ാം തീയതി അവധിയാണ്. ഇല്ലെങ്കിൽ നേരത്തെ നാളെയൊക്കെ സമയമുണ്ട്. നാളെയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോ ഒക്കെ തന്നെ നിങ്ങൾക്ക് പ്രവർത്തിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലേക്ക് പോകാവുന്നതാണ്. എന്തായാലും നഗരപരിധിയിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഗ്രാമീണ മേഖലകളിലും ഈ മലയോര മേഖലകളിലും അവധി നൽകിയിട്ടില്ല എന്നാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഭീമാപള്ളി ഉറൂസ് ഒക്കെ തന്നെ തിരുവനന്തപുരത്തെ വളരെ പ്രാധാന്യത്തോടു കൂടി ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആഘോഷിക്കുന്ന ഒരിടമാണ് ഭീമാപള്ളി ഉറൂസ്. ഭീമാപള്ളിയിലേക്ക് ആൾക്കാർ പോവുകയും അവിടുത്തെ വിശേഷങ്ങൾ കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് വെട്ടുകാട് പള്ളിയുടെയും ആഘോഷങ്ങൾക്ക് എല്ലാവരും ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ തിരുവനന്തപുരത്ത് 22-ന് അവധിയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി വരികയാണ്.